ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ആകെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സീസൺ 3 ബിഗ് ബോസിലുണ്ടായിരുന്ന പൊളിഫിറോസും അദ്ദേഹത്തിന്റെ വൈഫിനെയും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിലുള്ള ഇഷ്യൂവും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സജിന ഫിറോസ് ഖാനെതിരെയും ഫിറോസ് സജിനയ്ക്കെതിരെയും പോസ്റ്റ് ഇടുകയും പിന്നീട് അതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കുറേ മാസങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായി സജിന ഇട്ട ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സജിന തൻ്റെ സോഷ്യൽ മീഡിയ ആരോ ഹാക്ക് ചെയ്തുവെന്നും അതിൽ കൂടി താൻ ഗർഭിണിയാണെന്ന് പ്രചരിപ്പിച്ചുവെന്നും അതിപ്പോഴാണ് തനിക്ക് കിട്ടിയതെന്നും ഒക്കെ പറഞ്ഞ് സജിനയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണെന്നും തീർച്ചയായിട്ടും താൻ നിയമ നടപടിക്ക് തയ്യാറാകുമെന്നും ഇതിൻ്റെ പുറകിലുള്ളവരെ പുറത്ത് കൊണ്ടുവരുമെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളെല്ലാം ഊഹിച്ചിരുന്നതാണ് ഇതിന് പിന്നിൽ പുള്ളിയുടെ മുൻ ഭർത്താവും ബിഗ് ബോസ് താരവുമായ ഫിറോസിൻ്റെ കൈകളായിരിക്കുമെന്ന്. പക്ഷേ ഇന്നലെ എന്നാൽ ഫിറോസ് ഖാൻ ഈ സജിന ഇതിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ഗർഭിണിയല്ലെന്നും മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലെന്നും ഇതൊക്കെ ചുമ്മാതെ കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞിരുന്നപ്പോൾ അതിനുള്ള തെളിവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആ വീഡിയോയുടെ ആദ്യ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് അവർ ഇതിലും വലിയ കളികളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ സത്യം വിജയിക്കണം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ എടുത്തിട്ട് ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് നീ തന്നെയാണ് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം. അപ്പോൾ ഇത് കേട്ട് ഞാൻ തന്നെ ഒന്ന് അന്താളിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഞാൻ തന്നെയാണ് ഈ സജിനയുടെ വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വ്യക്തി. അതിനകത്ത് സജിന പറയുന്നുണ്ട് തന്നെ ആരോ കുടുക്കിയതാണ്, താനും റിസൾട്ടുമായിട്ട് അങ്ങനെ ഒരു റിലേഷനേ ഇല്ല, ഇത് തന്നെ ട്രാപ്പിലാക്കിയതാണ് ആരോ, തൻ്റെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സജിനയുടെ വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇത് ഫിറോസിന് എവിടെ കിട്ടിയെന്ന് പിന്നീട് ഫിറോസ് ഇത് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇത് കേട്ട ആദ്യം ഞാനും ഒന്ന് വാ പൊളിച്ചു പോയി. എന്തൊരു ഇടപാടൊക്കെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. തനിക്ക് ഗർഭമുണ്ടെന്ന് നേരെ പറയുന്ന ഓഡിയോ ആണ് ഇപ്പോൾ ഈ കേട്ടത്. ഇതിനകത്തെ പൂക്കുറ്റിച്ചേട്ടനാണേലും ഒരു അത്ഭുതമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ വാഗൊണ്ട് മാത്രം പറഞ്ഞിരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിയാരി. ഇന്ന് അങ്ങേരുടെ സൗണ്ട് തന്നെയാണെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനു മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങേരുടെ സൗണ്ട് കേട്ടിട്ടുള്ളതുണ്ട്. അതേ സൗണ്ടിലാണ് ഇദ്ദേഹം കത്തിക്കുന്നത്. എന്നാലും പൂക്കുറ്റിച്ചേട്ട ഇതൊരു ഭയങ്കരമായി പോയി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഫിറോസ് ഖാന്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കാണാം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്റഡായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ
ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയും, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെ പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു ശതമാനം 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ പുള്ളി ഇന്ന് ഈ വീഡിയോയിൽ പൂക്കുറ്റിയെയും സജിനെയും പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് തൻ്റെ ജീവിതം നായ നക്കിയതാക്കിയത് എന്ന് ലോകത്തിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. ശരിക്കും ഇങ്ങേര് പറഞ്ഞതൊക്കെ 100% കള്ളമായിരിക്കുമെന്നും ഇങ്ങേര് നേരത്തെ വാക്കുകൊണ്ട് കസർത്ത് കാണിക്കാൻ മിടുക്കനാണെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലെയും പൊതുവെ ഇങ്ങേരെ അറിയാവുന്ന എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേൾക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായി പോകുന്നു. കാരണം ഇതുവരെ എല്ലാവരും സജിനയ്ക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു സംസാരിച്ചിരുന്നത്. കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് അവർക്കെതിരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വീഡിയോ ഇന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര സ്വീകാര്യനല്ലാതിരുന്ന വ്യക്തിക്ക് പോലും ഫിറോസ് ഖാനോട് ഒരു ദയ തോന്നുമെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഫിറോസ് ഖാൻ വീണ്ടും ഇവരുടെ അവഹിത കഥ വിശദീകരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോകാം. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ, ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഫിറോസ് ഖാൻ തൻ്റെ ലൈഫിലുണ്ടായ അവസ്ഥയെക്കുറിച്ചാണ് ഇനിയും നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതുവരെ പുള്ളി പറഞ്ഞു വന്നത് രത്നം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം സജിന ഫിറോസ് ഇട്ടിരുന്ന വീഡിയോയിനകത്ത് തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് തൻ്റെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തതെന്നും അതിലൂടെ റസൂൽ പൂക്കുട്ടിയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ അഭിഹിത ഗർഭം ഉണ്ടായിരുന്നുവെന്നും വെറുതെ അടിച്ചിറക്കിയതാണെന്നും അതിൻ്റെ പേരിൽ തൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടിയിരുന്നതെന്നും ഫിറോസ് ഖാന് മനസ്സിലായി. അതിൻ്റെ മറുപടി എന്നോണമാണ് ഫിറോസ് ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ സജിന മനഃപൂർവ്വം റസൂൽ പൂക്കുട്ടിയെ ഈ വിഷയത്തിൽ നിന്നും ഊരി രക്ഷിക്കാനുള്ള പ്ലാനായിരുന്നുവെന്നും, എന്നാൽ റസൂൽ പൂക്കുട്ടിയും ടീമും അതിനെ കവർ ചെയ്ത് ആ വീഡിയോ ഫിറോസിനെ നേരെ തിരിച്ചിരുന്നതാണെന്നും ഫിറോസ് ഖാൻ പറയുന്നു. തൻ്റെ ലൈഫിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച്, അതിനുശേഷം സജിന ഇട്ടിരുന്ന വീഡിയോയെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണാം. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരും. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരു പക്ഷേ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് സജിന ഉൾപ്പെടെ.
സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്ര ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന ഒരു ദിവസം, ഈ 1 മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണ്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവമാണ്. സജിനയുടെ ഒരു വീഡിയോ ഹാക്ക് ചെയ്തു എന്നും അതിനകത്ത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കുട്ടിയുണ്ടായി എന്നും സജിന അത് പബ്ലിക്കിനോട് പറയുന്നതായിട്ടും ആയിരുന്നു അന്ന് കോളിളക്കം സൃഷ്ടിച്ച വാർത്ത പുറത്തു വന്നത്. എന്നാൽ കുറച്ച് മണിക്കൂറിന് ശേഷം പിന്നീട് ഈ വീഡിയോ സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും പിന്നീട് സജിന മറ്റൊരു വീഡിയോ ഇട്ട് അതിലൂടെ നമ്മളോട് പറയുന്നതുമാണ് അത് തൻ്റെ സോഷ്യൽ മീഡിയ ആരോ ഹാക്ക് ചെയ്തുവെന്നും അതിലൂടെയാണ് ഇത് പ്രചരിപ്പിച്ചിരുന്നതെന്നും തനിക്ക് ഇതൊന്നും അറിയില്ല. അതിനെക്കുറിച്ചാണ് ഫിറോസ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ബന്ധം 4 വർഷം മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുകയും പിന്നീട് ഇത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായി മാറ്റിയെന്നുമാണ് ഫിറോസ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും എന്തോ കാരണം കൊണ്ട് സജിന ഇത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും ഇവര് രണ്ടുപേരും കണ്ണിങ് ആണെന്നും എന്തും തനിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ത്രാണിയുള്ളവരാണെന്നുമാണ് ഫിറോസ് പറയുന്നത്. അപ്പോൾ ഫിറോസിന്റെ ബാക്കി കഥകളൂടെ കേൾക്കാം. ഈ അവിഹിത ഗർഭവും ഇതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള കഥകളും ഒന്ന് കേട്ടു നോക്കാം. അതെനിക്ക് വന്ന് റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനും ആ സമയത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട്. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന മാതിരി തന്നെ ഫിറോസ് ഖാൻ വീണ്ടും പറയുകയാണ്, റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ബന്ധം പുറത്താകുമെന്ന് കണ്ട് റസൂൽ പൂക്കുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പുറമോട്ട് പോവുകയും അത് മനസ്സിലാക്കിയ സജിന റസൂൽ പൂക്കുട്ടിയെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പുറത്തിട്ടതാണെന്നും, അതായത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് പുറത്തിട്ടതാണെന്നും, എന്നാൽ അത് പുറത്തു വന്നതോടുകൂടി റസൂൽ പൂക്കുട്ടി പെട്ടെന്ന് തന്നെ സജിനയുമായിട്ട് കോംപ്രമൈസ് ആയി സജിനെ സോപ്പിട്ട് ആ വീഡിയോ പിൻവലിപ്പിച്ചു എന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ സജിന കഴിഞ്ഞ ദിവസം പബ്ലിക്കിൽ വന്ന് പറഞ്ഞ ആ വീഡിയോ ആണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഭയങ്കര മെഗാസ്റ്റാർ ഹാക്കറാണ് കേട്ടാ. ആ ഹാക്കറിനെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിലോട്ട് മാറ്റണം, കാരണം പല കേസുകളും തെളിയിക്കാനുണ്ട്. സത്യം ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഈ പെണ്ണ് കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും അതൊരു കാര്യം ആലോചിക്കണം. നമ്മളും ഈ അരിയാഹാരം തന്നെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നതാണ്. വാട്ട് ടുക്ക് യു സോ ലോങ് ടു റെസ്പോണ്ട്? എനിക്ക് അതാ മനസ്സിലാവും. അത് ഏത് ഹാക്കർ എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഹാക്കർ ആണെങ്കിൽ സജിന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സൈബർ വഴി കേസ് കൊടുത്തിട്ട് ആര് ലോഗിൻ ചെയ്തത് എവിടുന്നാന്നും ഈ പോസ്റ്റ് എവിടുന്ന് ഏത് റീജിയനാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ സൈബറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഹാക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്രതിബിംബത്തെ തന്നെ നോക്കിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു അവസ്ഥ എന്തായാലും സജിനയ്ക്ക് വരാതിരിക്കട്ടെ. അക്കൗണ്ട് ഹാക്കായി പോയി. ഫിറോസ് ഖാൻ ഇതിനോടൊപ്പം തന്നെ കുറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ സീക്രട്ട് ഏജന്റ്, രാജ് ടോക്സ് തുടങ്ങിയവരുടെ എല്ലാം വീഡിയോ ഇതോടൊപ്പം തന്നെ ഫിറോസ് ഖാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം സജിനയുടെ ഈ വീഡിയോ വന്നതിന്റെ പുറകെ അവരൊക്കെ ഇത് ഉഡായിപ്പാണ് എന്ന രീതിയിൽ വീഡിയോ ചെയ്തതിനെ കുറിച്ചാണ് ഫിറോസ് ഖാൻ ഇതിലൂടെ തന്നെ പറയുന്നത്. ഇനിയും ഫിറോസ് ഖാൻ തന്റെ സ്വന്തം തെളിവ് നിർത്തുകയാണ്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഇതൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിച്ചടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്
അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡാണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്നപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു. എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ. എനിക്ക് അങ്ങനെ എന്ത് പറയണം നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. സജിന ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടിരുന്ന വീഡിയോ അബദ്ധമായി എന്ന് മനസ്സിലാക്കിയ സജിന പെട്ടെന്ന് തന്നെ റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഫിറോസിനെ തന്നെ വിളിച്ചിരുന്നു എന്ന് ഫിറോസ് പറയുന്നു. അപ്പോൾ ശരിക്കും ഇതിനകത്തെ സത്യം എന്തോ ആണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം ഫിറോസ് ഇപ്പോൾ പറയുന്നത് സജിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ലൈവിൽ വന്ന് തന്നെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ 4 വർഷം മുമ്പ് റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നും പറയുന്നു, 3 മാസം ഗർഭിണിയാണെന്നും പറയുന്നു. എന്നാൽ അതേസമയം 2.5 വർഷം മുമ്പാണ് ഫിറോസുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്നും അറിയിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്തെ സത്യം എന്താണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടൂ എന്നാണ് ഫിറോസ് പറയുന്നത്. തന്നെയുമല്ല അതിനുള്ള തെളിവും ഫിറോസ് കാണിക്കുകയാണ്. ബാക്കി കാര്യങ്ങളും ഫിറോസ് വീണ്ടും പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഫിറോസ് ഖാൻ്റെ വീഡിയോ കൂടുതൽ ലെങ്തിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.